ചെറി ബ്ലോസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത് പിങ്ക് കളർ പൂക്കളാണ്. കൂടാതെ തന്നെ വൈറ്റ് കളറിലും ലൈറ്റ് പിങ്ക് കളറായിട്ടും ഡാർക്ക് പിങ്കിലും കുറെ തട്ടുതട്ടായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ദേ ഈ കാണുന്ന പോലെ യെല്ലോ കളറിലും ഗ്രീൻ കളറിലും ഒക്കെ ചെറി ബ്ലോസം ഉണ്ട്. വളരെ റെയർ ആയിട്ട് കാണാൻ പറ്റുന്ന യെല്ലോ കളറിലും ഗ്രീൻ കളറിലും ഒക്കെ ഉള്ള ഈ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജപ്പാനിലെ ഒസാക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള മിന്റ് മ്യൂസിയത്തിലാണ് വന്നിട്ടുള്ളത്. ഈ മ്യൂസിയത്തിനകത്ത് ഏകദേശം 350ഓളം സക്കുറ ട്രീസ് ആണ് ഉള്ളത്. ജാപ്പനീസിൽ ചെറി ബ്ലോസത്തിന് സക്കുറ എന്നാണ് കേട്ടോ പറയുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം 140ഓളം വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. സാധാരണയായിട്ട് ചെറി ബ്ലോസം സീസണിൽ ജപ്പാൻകാര് ഈ ചെറി ബ്ലോസത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പിക്നിക് മാറ്റ് ഒക്കെ കൊണ്ട് വിരിച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പാഴ്സൽ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട്. മിക്ക പാർക്കുകളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒസാക്ക മിന്റ് മ്യൂസിയത്തിൽ അതിനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് വൺ വേ മാത്രമാണ്. ഒരു ഗേറ്റിലൂടെ കയറിയിട്ട് കണ്ടിട്ട് നമ്മൾ അടുത്ത ഗേറ്റിലൂടെ ഇറങ്ങണം. ഒത്തിരി വെറൈറ്റീസ് ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു മാസം മുന്നേ തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. വർഷത്തിൽ ആകെ 7 ദിവസം മാത്രമാണ് ഈ ഒരു സാക്കുറ കാണാൻ വേണ്ടിയിട്ട് ഇവരിത് ഓപ്പൺ ചെയ്തു തരുന്നത്. സാധാരണ കാണുന്ന പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 100 മുതൽ 200 വരെ ഇതളുകളുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജമന്തി പൂക്കൾ പോലെയൊക്കെയാ തോന്നുക. അടുക്കടുക്കായിട്ട് ഇങ്ങനെ ഇതളുകൾ ഇരിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എല്ലാ ട്രീസിന്റെ ലിസ്റ്റും ഉണ്ട്. അതിനകത്ത് കറക്റ്റ് ആയിട്ട് എത്ര ഇതളുകളാണ് ഓരോ പൂക്കൾക്കും ഉള്ളത്, എത്ര മരങ്ങളുണ്ട് ഈ മ്യൂസിയത്തിനകത്ത് സെയിം ആയിട്ടുള്ളത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ യെല്ലോ കളറും ഗ്രീൻ കളറും ഉള്ള പൂക്കളെ കുറിച്ച് നോക്കാം. യുക്കോൺ എന്നാണ് ഈ ഒരു വെറൈറ്റീന്റെ പേര്. ടർമറിക് എന്നാണ് ജാപ്പനീസിൽ അതിന്റെ അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഒരു മഞ്ഞ കളറും പച്ച കളറും ഒക്കെയാണ്. ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഏകദേശം 4 മരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പലതിനകത്തും പല കളറിൽ നമുക്ക് തോന്നുന്നത്. ഇതിന്റെ മൊട്ട് ഏകദേശം ഒരു റോസ് പോലത്തെ പിങ്ക് കളറിലാണ് ഉണ്ടാവുക. അതിനുശേഷം പൂക്കൾ ഏകദേശം ലൈറ്റ് ഗ്രീനും യെല്ലോ കളറിന് ഒരു കളറിലാണ് വരുന്നുണ്ടാവുക. അതിന്റെ അറ്റത്ത് ചെറുതായിട്ടൊരു പിങ്ക് കളറൊക്കെ നമുക്ക് ചില പൂക്കളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് കൊഴിയാനാവുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം നന്നായിട്ടൊരു ചെറിയൊരു യെല്ലോ ഷെയ്ഡും പിങ്ക് പോലെ വൈറ്റ് ഒക്കെ കലർന്ന ഒരു കളറിലോട്ടാണ് വരുന്നത്. എനിക്ക് ഇതിനകത്തുള്ള കുറച്ച് പൂക്കൾ മാത്രമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആണ് വേറെ ഈ കളർ ചേഞ്ച് കാണിക്കുന്നത്. ഇതുപോലെ ആവും എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു മ്യൂസിയത്തിനകത്ത് നമുക്ക് ആകെ 7 ദിവസം മാത്രമാണ് കയറാൻ പറ്റുള്ളൂ നേരത്തെ ബുക്ക് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഓരോ സ്റ്റേജുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പബ്ലിക് പാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പോയി കാണാമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോസ് കാണിച്ചത്. ഗ്യോയിക്കോ എന്നാണ് ഈ ഒരു ഗ്രീൻ കളർ ചെറി ബ്ലോസത്തിന്റെ പേര്. ഗ്രീൻ കളറിൽ നിന്ന് പിന്നെ അത് കുറച്ചും കൂടെ കൊഴിയാനാവുന്ന സമയമൊക്കെ ആവുമ്പോഴേക്കും ഒരു പെയിൽ ഗ്രീൻ ടു യെല്ലോ കളറിലോട്ട് വരും. അതുപോലെ തന്നെ അതിന്റെ നടുക്ക് ചെറുതായിട്ട് റെഡ് കളർ കുറച്ച് വരകളൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ വേറെ ഫോട്ടോസിൽ കാണിക്കാം. ഇവിടെ ഇത് ഏകദേശം പൂത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൊഴിയാനാവുന്ന സ്റ്റേജ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 10 മുതൽ 20 വരെയുള്ള ഇതളുകളൊക്കെയാണ് ഒരു പൂക്കളിൽ ഉണ്ടായിരിക്കുക. ഈ ഗ്രീനിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ പിങ്ക് കളർ ചെറി ബ്ലോസം ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതുപോലെ റെഡ് കളർ വരും എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റീസ് ഉള്ള ചെറി ബ്ലോസം കാണുന്നത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് യെല്ലോ കളറിലും ഗ്രീൻ കളറിലും ചെറി ബ്ലോസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം എനിക്കത് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ഫിൽ ആയതുകൊണ്ട് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇത്തവണ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പൈസയൊന്നും ആവശ്യമില്ല. ഫ്രീ ആണ്. പക്ഷെ നേരത്തെ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യണം. അതിനുള്ള കാരണം ഈ ഒസാക്ക മിന്റ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു പാർക്കോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസോ ഒന്നുമല്ല. ഇതൊരു ഗവൺമെന്റ് ഏജൻസിയാണ് കോയിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അവരുടെ ഓഫീസിലുള്ള ബിൽഡിംഗ് ആണിത്. ഇതിനകത്താണ് ഇത്രയധികം വെറൈറ്റീസ് ഉള്ള സാക്കുറ ട്രീസ് ഒക്കെ ഉള്ളത്. അപ്പൊ നേരത്തേക്ക് ഈ ഓഫീസിനകത്തുള്ളവർക്കൊക്കെ മാത്രമാണ് ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരാലോചിച്ചു ഇത്രയധികം വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് അത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം വേണമല്ലോ. അത് കാരണം ഈ സക്കുറ ട്രീസ് പീക്ക് ബ്ലൂം ആവുന്ന സമയത്ത് ഒരാഴ്ച മാത്രം അവരുടെ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരാഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട് വരാന്. 2025 ഏപ്രിൽ 5 മുതൽ 11 വരെയുള്ള 7 ദിവസമായിരുന്നു ഇത്തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് മിന്റ് മ്യൂസിയം സക്കുറ ട്രീസ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർച്ച് 17-നാണ്. ഏകദേശം ഒരു മാസം മുന്നേ എന്ന് നമുക്ക് പറയാം.
ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വെബ്സൈറ്റിൽ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നാണ് റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് പൂക്കൾ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മളത് നേരത്തെ നോക്കി വെച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇമെയിൽ ഐ ഡി മാത്രം ആവശ്യമുള്ളൂ ബുക്ക് ചെയ്യാനായിട്ട്. വീക്ക് ഡേയ്സിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7:30 വരെയാണ് നമുക്ക് പൂക്കൾ കാണാൻ പറ്റുക. സാറ്റർഡേ, സൺഡേ 9 മണി മുതൽ വൈകിട്ട് 7:30 വരെയാണ്. അപ്പൊ നമ്മൾ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ അരമണിക്കൂർ വെച്ചിട്ടാണ് സ്ലോട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നമുക്ക് ചൂസ് ചെയ്യാം. അറ്റ് എ ടൈം 5 ടിക്കറ്റ് വരെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ടിക്കറ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു QR കോഡ് വരും. നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് എൻട്രൻസിൽ ഇങ്ങനെ QR കോഡ് കാണിച്ചു കൊടുക്കണം. അവിടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കയറ്റുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും കുടിക്കാനോ ഒന്നും തന്നെ പാടില്ല. നമ്മുടെ ബാഗ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനകത്തോട്ട് കയറ്റുന്നത്. സ്മോക്കിംഗ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ വൺ വേ ആണ്. സൗത്ത് എൻട്രൻസ് ഗേറ്റിലൂടെ കയറിയിട്ട് നമ്മൾ നോർത്ത് ഗേറ്റിലൂടെ എക്സിറ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ ട്രൈപോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇതിനകത്ത് കുറെ ആളുകൾ വരുന്നതാണ്. സ്ട്രോളറൊക്കെ കൊണ്ടിട്ടാണ് വരുന്നത്. ചിലരൊക്കെ വീൽ ചെയറിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാനിത് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 9-നാണ്. പക്ഷെ പ്രതീക്ഷിച്ച അത്ര എല്ലാ ട്രീസും ഒന്നും പൂത്തിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. എങ്കിലും പൂത്തതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഓൾറെഡി അവർ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഡേറ്റ് ഒക്കെ ഇടുന്നത്. അപ്പൊ ഇതിനകത്ത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. നമ്മൾ ഓൾറെഡി 1 മന്ത് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഞാൻ എടുത്ത വീഡിയോ ഒന്നും അത്ര കറക്റ്റ് ആയിരുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്റെ കയ്യിൽ മോളുണ്ട്, അതുകൊണ്ട് തന്നെ സ്ട്രോളറും ഉണ്ട്. അപ്പൊ ഒരു കൈ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഏകദേശം വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആൾക്കാരുടെ തിരക്കും ഉണ്ടായിരുന്നു നന്നായിട്ട്. ഈ സാക്കുറ പൂക്കൾ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട ഷേപ്പിൽ ഇങ്ങനെ വട്ടത്തിലാണ് ഉണ്ടാവുന്നത് ഓരോ സ്ഥലത്തായിട്ട്. ഇലകളൊന്നും തന്നെയില്ല. ഇതിന്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ജാപ്പനീസിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തണം മനസ്സിലാക്കാനായിട്ട്. എല്ലാ ട്രീസിന്റെ മുകളിലും ജാപ്പനീസിൽ അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് എഴുതി ഹാങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതും വെബ്സൈറ്റിൽ നിന്നുള്ള ലിങ്കും നോക്കി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയധികം തിരക്കുണ്ട്. ഓരോ ആളുകളും ക്യൂ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഈ മിന്റ് മ്യൂസിയം ഒരു പുഴയുടെ തീരത്തായിട്ടാണ്. അപ്പൊ നമ്മൾ ഈ നടന്നു പോകുന്ന പാത്വേക്ക് പാരലൽ ആയിട്ട് തന്നെ താഴെ വേറെയും ചെറി ബ്ലോസം പൂക്കളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് പിക്നിക് ഒക്കെ നടത്താം. കുറെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബോട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും. അതും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം.